അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് ഹിറ്റ്മാൻ രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ സൂപ്പർ താരം വിരാട് കോഹ്ലി കൂടി പടിയിറങ്ങുകയാണ്. ഇത് ഇന്ത്യൻ ക്രിക്കറ്റിന് തലമുറ മാറ്റത്തിന്റെ കൂടി കാലമാണ്. കരിയറിന്റെ തുടക്കത്തിൽ കളിക്കളത്തിലെ പെരുമാറ്റത്തിന്റെ പേരിൽ വിമർശനമേറ്റ കോഹ്ലി പിന്നീട് അതേ വിമർശകരുടെ കയ്യടികൾ ഏറ്റുവാങ്ങുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷിയായത്. ടെസ്റ്റിൽ ടീം ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ക്യാപ്റ്റൻ, ക്രിക്കറ്റ് ആരാധകർക്ക് ഓർത്തുവെക്കാൻ ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിച്ചാണ് വെള്ളക്കുപ്പായം അഴിച്ചുവെക്കുന്നത്. ടോപ്പ് ഓർഡറിൽ 1.5 പതിറ്റാണ്ടായി ടീം ഇന്ത്യയുടെ നെടും തൂണായി കോഹ്ലി. ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കർ വിരമിച്ചതോടെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പൊസിഷനിലേക്ക് ടീം മാനേജ്മെന്റ് പ്രതിഷ്ഠിച്ചതും കോഹ്ലിയെ തന്നെ. പിന്നീട് അങ്ങോട്ട് സച്ചിൻ പടുത്തുയർത്തിയ റെക്കോർഡുകൾ ഓരോന്നും കോഹ്ലി തിരുത്തി കുറിക്കുന്ന കാഴ്ച അത്ഭുതത്തോടെ ക്രിക്കറ്റ് ലോകം നോക്കി നിന്നു. റെക്കോർഡ് പുസ്തകത്തിൽ സച്ചിൻ എത്തിപ്പിടിക്കാനാകാത്ത ഇടങ്ങളും കോഹ്ലി മറികടന്നു. പുതുതലമുറ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരമായാണ് 36-കാരനായ കോഹ്ലിയെ വിലയിരുത്തുന്നത്. 2011-ൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ അരങ്ങേറിയാണ് 1.5 പതിറ്റാണ്ട് നീണ്ട ടെസ്റ്റ് കരിയറിന് കോഹ്ലി തുടക്കമിടുന്നത്. 2015-ലും 2016-ലും തുടർച്ചയായി റൺവേട്ടയിൽ ഒന്നാമതായതോടെ റൺ മെഷീൻ എന്ന വിശേഷണവും ആരാധകർ ചാർത്തി നൽകി. തുടർച്ചയായ 4 പരമ്പരകളിൽ ഇരട്ട സെഞ്ചുറികളും നേടി. ക്യാപ്റ്റനായ 68-ൽ 40 ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയെ വിജയത്തിലെത്തിച്ചതും കോഹ്ലി തന്നെ. തുടർച്ചയായ 9 ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയെ ജയത്തിലേക്ക് എത്തിച്ച കോഹ്ലി ഓസ്ട്രേലിയയിൽ മാത്രം 7 സെഞ്ചുറികളാണ് നേടിയത്. ഇതിഹാസ താരമായ സച്ചിൻ ഉൾപ്പെടെ മറ്റൊരു ഇന്ത്യൻ താരത്തിന് അവകാശപ്പെടാനില്ലാത്ത നേട്ടമാണ് ഇത്. രോഹിത്തിന് പിന്നാലെ കോഹ്ലി കൂടി ടെസ്റ്റിൽ നിന്ന് വിരമിച്ചാൽ കളി കാണാൻ പോലും ആള് കുറയുമെന്നറിയാവുന്ന BCCI താരത്തെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ക്ലാസ് ഷോട്ടുകൾ കൊണ്ട് ത്രസിപ്പിക്കാൻ കോഹ്ലി ഏകദിനത്തിൽ തുടരുമെന്നതാണ് ആരാധകർക്ക് ആശ്വാസം. ആദ്യം അശ്വിനും പിറകെ രോഹിത്തും ഒടുവിൽ കോഹ്ലിയും പിന്മാറുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ താരമുദ്രകളായ വെറ്ററൻ നിരയിൽ ഇനി അവശേഷിക്കുന്നത് അപൂർവം ചിലർ മാത്രമാണ്. സാങ്കേതിക തികവാർന്ന ബാറ്റിംഗ് കൊണ്ട് വിസ്മയിപ്പിച്ച താരം പടിയിറങ്ങുമ്പോൾ പകരം കിങ് കോഹ്ലി സ്ഥാനം ഇനി ആരെ ഏൽപ്പിക്കുമെന്നത് കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു.